നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ പ്രസംഗത്തെക്കുറിച്ചിട്ടാണ് ഇന്നലെ മുതൽ മാധ്യമങ്ങൾ കാര്യമായി തന്നെ ആഘോഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാള മനോരമ അവരുടെ ഫ്രണ്ട് പേജിൽ നൽകിയിരിക്കുന്നത് ആദ്യ പ്രസംഗം ലോക്സഭയെ ഇളക്കിമറിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഷോക്ക്, ഭരണഘടന മുതൽ മണിപ്പൂർ വരെ എണ്ണിപ്പറഞ്ഞ് സർക്കാരിന് നേരെ കടന്നാക്രമണം. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം ആയുധമാക്കാൻ ശ്രമിച്ച് BJP. പതിവ് വിട്ട് മോദി തന്നെ രംഗത്ത്. അഗ്നിവീർ, നീറ്റ്, കർഷക പ്രശ്നം എന്നിവ ചർച്ചയിലേക്കായി. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ പോരാട്ടം തുടരണം. CPIM ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കും. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തെ കുറിച്ചിട്ടുള്ള അതിലെ തീരുമാനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട് പേജിലുള്ളത്. രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ പത്രത്തിൽ കാണാനായിട്ട് സാധിച്ചില്ല. ഇൻസൈഡിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദേശാഭിമാനിയിലേക്ക് പിന്നെ വരാം. ഇന്ന് മനോരമയോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ കന്നി പ്രസംഗത്തിന്റെ ആഘോഷത്തിൽ പങ്കുചേരാം. ആദ്യ പ്രസംഗം ലോക്സഭയെ ഇളക്കിമറിച്ച് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ലോക്സഭയിലെ കന്നി പ്രസംഗത്തിൽ ഭരണഘടന മുതൽ മണിപ്പൂർ വരെയുള്ള വിഷയങ്ങളിൽ ഭരണപക്ഷത്തിന് നേരെ രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണം. വിദ്വേഷവും അക്രമവും പയത്തരുതെന്നും വിദ്യാർത്ഥികളും കർഷകരും അടക്കമുള്ള ജനവിഭാഗങ്ങളെ കേൾക്കാൻ തയ്യാറാകണമെന്നും രാഹുൽ ഭരണപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. ഭരണപക്ഷവുമായി ഏത് കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും പ്രതിപക്ഷം ശത്രുക്കളല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 10 വർഷത്തിനിടെ ഭരണപക്ഷം എങ്ങനെയൊക്കെ ജനങ്ങളിൽ ഭീതി പരത്തിയെന്ന് എണ്ണിപ്പറഞ്ഞുള്ള പ്രസംഗം 1.25 മണിക്കൂർ നീണ്ടു. വെറുപ്പും വിദ്വേഷവും അല്ലാതെ ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന ആഹ്വാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത്. ഹിന്ദുക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചിലർ 24 മണിക്കൂറും ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നുവെന്ന് ഭരണപക്ഷത്തെ ചൂണ്ടിയുള്ള രാഹുലിന്റെ പ്രസ്താവന ആയുധമാക്കാൻ BJP ശ്രമിച്ചു. ആകെ ഒരു ആയുധം ഹിന്ദുത്വയും ഹിന്ദു വിശ്വാസവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ അതിൽ തന്നെ ആയിരിക്കാം അവരുടെ മറുപടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു ആയുധമാക്കിയുള്ള മറുപടി ആയിരിക്കാം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഭയവും വെറുപ്പും പടർത്താനാവില്ലെന്ന് പരമശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ച് രാഹുൽ വിശദീകരിച്ചു. വിവിധ മതദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി അഹിംസ, ധൈര്യം എന്നിവയെക്കുറിച്ച് വാചാലനായി. നിങ്ങൾ ഹിന്ദു അല്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരെ ചൂണ്ടി രാഹുൽ പറഞ്ഞപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. പതിവ് വിട്ട് മോദി തന്നെ പ്രസംഗത്തിനിടെ രാഹുലിനെതിരെ രംഗത്ത് വന്നു. മുൻപ് ഇത്തരം സന്ദർഭങ്ങളിൽ മന്ത്രിമാരാണ് തടസ്സവാദം ഉന്നയിച്ചിരുന്നത്. ഹിന്ദു സമൂഹത്തെ മുഴുവൻ രാഹുൽ അക്രമികളായി ചിത്രീകരിക്കുന്നത് ഗുരുതര വിഷയമാണെന്ന് മോദി പറഞ്ഞു. മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആവശ്യത്തിന് വഴങ്ങിയതുമില്ല. എന്തിനു മാപ്പ് പറയണം, ആരോട് മാപ്പ് പറയണം? ഇവന്മാരാണോ ഹിന്ദുക്കളുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ? അങ്ങനെ മുഴുവനായിട്ട് നോക്കുന്ന ആളുകൾ ഇവന്മാരാണ് എന്നുണ്ടെങ്കിൽ കനത്ത പരാജയം എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? മറ്റേ സഖ്യം ചേർന്ന് വിജയം ഉറപ്പാക്കിയല്ലോ. അപ്പം എന്താണെന്ന് പറഞ്ഞാലും ഒരു തിരിച്ചടി പല മേഖലകളിൽ നിന്നിട്ട് ഉണ്ടാവത്തുണ്ടായിരുന്നില്ലല്ലോ. കാരണം മജോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികളാണ്. ആ മജോറിറ്റിയിൽ മുൻപുണ്ടായിരുന്ന അത്രയും തന്നെ ഒരു സപ്പോർട്ടില്ല എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ ഉദ്ധരിച്ചതിൽ നിന്നിട്ട് ഇവർക്ക് ഉണ്ടായ ഒരു തിരിച്ചടി തന്നെ ആയിരിക്കാം. മോദിക്ക് മുന്നിൽ സ്പീക്കർ തലകുനിച്ചു. സ്പീക്കറായി ചുമതലയേറ്റ ദിവസം തനിക്ക് നിവർന്ന് നിന്ന് കൈ തന്ന ഓം ബിർള മോദിക്ക് കൈ കൊടുക്കുമ്പോൾ തലകുനിച്ചുവെന്ന് രാഹുൽ പറഞ്ഞത് ബഹളത്തിനിടയാക്കി. പ്രധാനമന്ത്രി സഭയുടെ നേതാവാണെന്നും മുതിർന്നവരെ കാണുമ്പോൾ തലകുനിക്കണമെന്നും വേണ്ടി വന്നാൽ കാലിൽ തൊട്ട് വന്ദിക്കണമെന്നുമാണ് തന്റെ സംസ്കാരം പഠിപ്പിച്ചിട്ടുള്ളതെന്ന് സ്പീക്കർ പറഞ്ഞു. എന്നാൽ സ്പീക്കറേക്കാൾ വലുതായി സഭയിൽ ആരുമില്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ചിലർക്ക് അവർ സ്പീക്കറേക്കാൾ വലിയ ആളായി തോന്നും. ഞാനും പ്രതിപക്ഷവും അങ്ങേ വണങ്ങും. അങ്ങ് ആരുടെ മുൻപിൽ തലകുണിക്കേണ്ടതില്ല. പക്ഷെ സഭയിൽ അങ്ങ് തുല്യനീതി ഉറപ്പുവരുത്തണം. രാഹുൽ ഗാന്ധി. സ്പീക്കർ ഓം ബിർള ആരാണെന്നും അയാളുടെ പക്ഷപാതപരമായിട്ടുള്ള സമീപനം എങ്ങനെയാണെന്നും ഒക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ്. അദ്ദേഹത്തിന് നടുവ് വളയ്ക്കേണ്ടി വരും, വേണമെങ്കിൽ കാലിൽ തൊടേണ്ടി വരും. അത്തരത്തിലുള്ള ചില സംസ്കാരം പഠിപ്പിക്കലുകൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കരിയറിലുണ്ട് എന്ന് തോന്നുന്നു. ഫ്രണ്ട് പേജിലെ ഒരു ചെറിയ വാർത്ത കൂടി നോക്കിയിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനുശേഷം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. ഗ്രേസ് മാർക്കിന്റെ പേരിലുള്ള പരാതികളെ തുടർന്ന് 6 കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ നീറ്റ് UG പുനഃപരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷ എഴുതിയ 813 പേരിൽ ഒരാൾക്ക് പോലും 720 എന്ന മുഴുവൻ സ്കോറും ലഭിച്ചില്ല. മുഴുവൻ സ്കോറോടെ 1ാം റാങ്ക് നേടിയവരുടെ എണ്ണം ഇതോടെ 67-ൽ നിന്ന് 61 കുറഞ്ഞു. പുനഃപരീക്ഷാ ഫലം ഉൾപ്പെടുത്തി അന്തിമ റാങ്ക് പട്ടിക പുതുക്കും. ആദ്യ പരീക്ഷയിൽ ചണ്ഡീഗഡിൽ ഒരു കേന്ദ്രത്തിലെ 6 പേർക്ക് മുഴുവൻ സ്കോറും ലഭിച്ചത് സംശയങ്ങൾക്കിടയാക്കിയിരുന്നു. ഇവരിൽ 5 പേർ വീണ്ടും പരീക്ഷ എഴുതിയെങ്കിലും 680 മുതലുള്ള സ്കോറുകളെ ലഭിച്ചുള്ളൂ. 1563 പേരാണ് പുനഃപരീക്ഷ എഴുതേണ്ടിയിരുന്നത്. എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴിവാക്കി അവരുടെ സ്കോർ പുനർനിർണ്ണയിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി NTA നേരത്തെ അറിയിച്ചിരുന്നു. 67-ൽ നിന്ന് 61 കുറഞ്ഞത് റാങ്കുകാരുടെ എണ്ണം. ഇതിൽ കാര്യമായിട്ടുള്ളൊരു കുറവില്ല. പ്രതിപക്ഷ നയപ്രഖ്യാപനവുമായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഭയമല്ലൻ സമരായുധം. ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ്.
ജയ് സംവിധാൻ, ഞങ്ങളിത് സംരക്ഷിച്ചു. രാജ്യം ഒറ്റക്കെട്ടായി ഭരണഘടനയെ സംരക്ഷിച്ചു. ഇപ്പോൾ ഓരോ 2-3 മിനിറ്റിലും BJP ഭരണഘടന എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യ എന്ന ആശയത്തിനെതിരായും ഭരണഘടനയ്ക്ക് എതിരായും ആസൂത്രിത ആക്രമണമാണ് നടന്നത്. BJPയുടെ ആശയത്തെ ചെറുത്ത ലക്ഷക്കണക്കിനായ ആളുകളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ആക്രമിച്ചു. ഞങ്ങളിൽ ചില നേതാക്കൾ ഇപ്പോഴും ജയിലിലാണ്. പ്രധാനമന്ത്രിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാനും അതിന്റെ അക്രമത്തിന് ഇരയായി. 20-ലേറെ കേസുകൾ, 2 വർഷം തടവ് ശിക്ഷ. വീട് പോലും എന്നിൽ നിന്ന് എടുത്തു. 55 മണിക്കൂർ EDയുടെ ചോദ്യം ചെയ്യൽ. ഒടുവിൽ ക്യാമറ ഓഫ് ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിച്ചു, താങ്കൾ പാറ പോലെയാണ്, കുലുക്കമില്ലല്ലോ. ഭയരാഹിത്യം എന്ന അഭയമുദ്ര. ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അഭയം വേണം, അല്ലെങ്കിൽ ചെറുത്തു നിൽപ്പിനുള്ള ആശയങ്ങൾ. ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാൻ പ്രതിപക്ഷത്തിന് ആശയം ലഭിച്ചത് എവിടെ നിന്നാണ്? ഒരാശയം ശിവ ഭഗവാനിലൂടെയാണ്. ഒന്നിനെയും ഭയക്കരുത്. ശിവഖണ്ഡത്തിലെ സർപ്പം അതിന്റെ അടയാളമാണ്. 1 ഇഞ്ച് അകലത്തിൽ മരണമുണ്ട്. ഈ തിരിച്ചറിവിലാണ് ഞങ്ങൾ പോരാടിയത്. ഞങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്താണ്. അതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. ഞങ്ങൾ അധികാരത്തെക്കാൾ സത്യത്തെ വിലമതിക്കുന്നു. നിങ്ങൾക്ക് അധികാരം മാത്രമാണുള്ളത്, സത്യം ഞങ്ങൾക്കൊപ്പമാണ്. ഭഗവാന്റെ തോളിന് പിന്നിൽ ഒരു തൃശൂലമുണ്ട്, എന്നാൽ വലത് കൈകൊണ്ട് അനായാസമായി എടുക്കാവുന്ന തരത്തിലല്ല. അക്രമത്തിന്റെ അല്ല, അഹിംസയുടെ ചിഹ്നമാണത്. BJPയെ എതിരിട്ടപ്പോൾ ഞങ്ങൾ അക്രമ വഴി സ്വീകരിച്ചില്ല. സത്യത്തിനായി നിലകൊണ്ടപ്പോൾ അക്രമം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. സത്യത്തിന്റെയും അഹിംസയുടെയും അടിത്തറയിൽ നിന്നുയർന്ന ശക്തമായ മറ്റൊരാശയമാണ് അഭയമുദ്ര. കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തി. ഭഗവാൻ ശിവനിലും ഇതേ മുദ്ര കാണാം. ഭയപ്പെടാതിരുന്നാലും ആരെയും ആക്രമിക്കാതിരുന്നാലും പോരാ, മറ്റുള്ളവരെ ഭയപ്പെടുത്തുകയും അരുത്. ഭയപ്പെടാതിരിക്കാൻ, അക്രമികളാവാതിരിക്കാൻ അവരെ സഹായിക്കണം. ധൈര്യത്തെക്കുറിച്ച് എല്ലാ മതവും പറയുന്നു. മുഹമ്മദ് നബി പറഞ്ഞത് നിർഭയമായി പ്രാർത്ഥിക്കാനാണ്. ഭയക്കരുതെന്നും ആരെയും ഭയപ്പെടുത്തരുതെന്നും ഗുരു നാനാക്ക്. ഒരു ചെകിട്ട് തടിച്ചാൽ മറു ചെകിട്ട് കൂടി കാണിച്ചു കൊടുക്കണമെന്ന് യേശു ക്രിസ്തു. ബുദ്ധനിലും നിർഭയത്തിന്റെ ഇതേ അഭയമുദ്ര കാണാം. മഹാവീരനിലും ഈ മുദ്രയുണ്ട്. ഭയക്കരുത്, ഭയപ്പെടുത്തരുത്, അക്രമമരുത്. ഇന്ത്യയുടെ അടിസ്ഥാന ആശയങ്ങളാണ് ഇവ മൂന്നും. അയോധ്യയുടെ സന്ദേശം. ഹിന്ദുവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന BJPക്കാർ നിരന്തരം അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ഹിന്ദുക്കളല്ല, സത്യത്തിനൊപ്പം നിൽക്കണമെന്ന് ഹിന്ദുധർമ്മത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അഹിംസയാണ് പ്രതീകം. ഹിന്ദു എന്നാൽ അത് നരേന്ദ്രമോദിയല്ല, BJPയും RSSും അല്ല. ഹിന്ദു എന്നത് BJPയുടെ കുത്തകയുമല്ല. ഭയമോ അക്രമമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാൻ ഹിന്ദുക്കൾക്കാകില്ല. എന്നാൽ BJP ഭയവും അക്രമവും വിദ്വേഷവും 24 മണിക്കൂറും പ്രചരിപ്പിക്കുന്നു. ശ്രീരാമ ജന്മസ്ഥലമായ അയോധ്യ BJPക്ക് ശക്തമായ സന്ദേശം നൽകി. അയോധ്യയിൽ നിന്ന് ശക്തമായ സന്ദേശം നൽകിയ ആൾ ഫൈസാബാദിൽ ജയിച്ച SP-യുടെ അവധേഷ് പ്രസാദ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. അതെങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അയോധ്യയിൽ വിമാനത്താവളം നിർമ്മിച്ചപ്പോൾ അധികൃതർ പ്രദേശവാസികളിൽ നിന്ന് ഭൂമി തട്ടിയെടുത്തു. അവർക്ക് നഷ്ടപരിഹാരം നൽകിയില്ല. കടകളും കെട്ടിടങ്ങളും തകർത്തു. ഉടമകൾ തെരുവിലായി. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അദാനിയെയും അംബാനിയെയും ക്ഷണിച്ചു. അയോധ്യയിലുള്ളവർക്ക് ഇടം ലഭിച്ചില്ല. അയോധ്യവാസികളിൽ മോദി ഭയം വിതച്ചു. അതിനാൽ ശരിയായ സന്ദേശം അയോധ്യയിലെ ജനം നൽകി. അവധേഷ് ഒരു കാര്യം കൂടി പറഞ്ഞു. അയോധ്യയിൽ മത്സരിക്കുന്നതിന്റെ സാധ്യതകൾ മോദി 2 തവണ പരിശോധിച്ചു. അയോധ്യയിലെ ജനം മോദിയെ തോൽപ്പിക്കുമെന്ന് സർവേ നടത്തിയവർ റിപ്പോർട്ട് നൽകി. അങ്ങനെയാണ് അയോധ്യയിൽ നിന്ന് രക്ഷപ്പെട്ട് മോദി വാരണാസിയിൽ മത്സരിച്ചത്. മോദി രാജ്യത്തെ ആകെ ഭയപ്പെടുത്തി. BJPക്കാരെയും മോദി ഭയപ്പെടുത്തി. ഭയം പരത്തുന്നതിന് പ്രതിപക്ഷം നൽകിയ മറുപടിയായിരുന്നു ഭാരത് ജോഡോ യാത്ര. നിങ്ങൾ BJP പ്രചരിപ്പിക്കുന്ന ഭയത്തെക്കുറിച്ച് യാത്രയിൽ ഞാൻ പലരിൽ നിന്നും കേട്ടു. ഒരു ദിവസം രാവിലെ ഒരു സ്ത്രീ വന്ന് എന്റെ കയ്യിൽ പിടിച്ച് ഭർത്താവ് തന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് അടിക്കുന്നത് എന്ന് ഞാൻ. പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്തതിനാലാണെന്ന് മറുപടി. വിലക്കയറ്റം കാരണം നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് സ്ത്രീകൾ മർദ്ദനം ഏൽക്കുന്നു എന്നത് മറക്കരുതെന്ന് അവർ പറഞ്ഞു. വിലക്കയറ്റത്തിലൂടെ രാജ്യത്തെ സ്ത്രീകളെയും നിങ്ങൾ ഭയപ്പെടുത്തി. കുഴിബോംബ് സ്ഫോടനത്തിൽ വീരമൃത്യു വരിച്ച അഗ്നിവീർ സേനാംഗത്തിന്റെ കുടുംബത്തെ ഞാൻ പഞ്ചാബിൽ കണ്ടു. ഞാൻ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന് വിളിക്കും. പക്ഷെ സർക്കാർ അങ്ങനെ വിശേഷിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ അഗ്നിവീർ എന്ന് മോദി വിളിക്കുന്നു. കുടുംബത്തിന് പെൻഷനോ നഷ്ടപരിഹാരമോ ഇല്ല. 3 സഹോദരിമാരടക്കമുള്ള നിർധന കുടുംബം എന്റെ മുന്നിലിരുന്ന് കരഞ്ഞു. സാധാരണ സൈനികന് പെൻഷനുണ്ട്, അഗ്നിവീറിനില്ല. ഉപയോഗശേഷം ഉപേക്ഷിക്കുന്നവരാണ് സർക്കാരിന്റെ അഗ്നിവീർ. ചിലർക്ക് പെൻഷൻ, രക്തസാക്ഷി പദവി, മറ്റു ചിലർക്ക് ഒന്നുമില്ല. നിങ്ങൾ സേനാംഗങ്ങൾക്കിടയിലെ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. സ്പീക്കർ സാർ, അഗ്നിവീർ ആർമിയുടെ പദ്ധതി അല്ലെന്നത് നമ്മുടെ സേനയ്ക്ക് മുഴുവൻ രാജ്യത്തിനും അറിയാം. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പദ്ധതിയാണ്. മുഴുവൻ സേനയ്ക്കും അറിയാം ആ പദ്ധതി പ്രധാനമന്ത്രിയുടെ തലയിൽ നിന്ന് വന്നതാണെന്ന്. നോട്ട് നിരോധനം പോലെ അഗ്നിവീർ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഞങ്ങളുടെ സർക്കാർ വരും, ഞങ്ങൾ അഗ്നിവീർ എടുത്തു കളയും. കാരണം അത് സൈന്യത്തിനും ദേശസ്നേഹികൾക്കും എതിരാണ്. മണിപ്പൂരിന്റെ കണ്ണീർ കാണാത്തതെന്തേ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനങ്ങളെ ജനങ്ങളിൽ നിന്ന് കവർന്നെടുത്തതും നാം കണ്ടു. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും നിങ്ങൾ കവർന്നെടുത്തു. മണിപ്പൂരിനെ കലാപത്തിലേക്ക് തള്ളിയിട്ടു. ഈ ദിവസം വരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. പ്രധാനമന്ത്രിക്ക് മണിപ്പൂർ സംസ്ഥാനം അവിടെ ഇല്ല. പ്രധാനമന്ത്രി പറഞ്ഞത് തനിക്ക് ദൈവവുമായി നേരിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ബയോളജിക്കൽ അല്ലെന്നാണ്.
അദ്ദേഹത്തിന് മുകളിൽ നിന്ന് സന്ദേശം വന്നിട്ടുണ്ടാകാം, മോഡിജി നോട്ട് നിരോധിക്കൂ. നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖലയുടെ നട്ടലായ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ അതോടെ തകർന്നുപോയി. പിന്നാലെ തെറ്റായ രീതിയിൽ GST നടപ്പാക്കി. നോക്കൂ, ചെറുകിട കച്ചവടക്കാർക്ക് പിന്നാലെയാണ് ആദായ നികുതിക്കാരും GST-കാരും. കോടീശ്വരന്മാർക്ക് തടസ്സമൊന്നുമില്ല. സംശയമുണ്ടെങ്കിൽ ചെറുകിട കച്ചവടക്കാരോട് ചോദിക്കൂ, അവർ കാര്യം പറയും. ഞാൻ ഗുജറാത്തിൽ പോയി ടെക്സ്റ്റൈൽ ഉടമകളോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം വന്നത്, എന്തുകൊണ്ടാണ് GST? അവർ പറഞ്ഞു, GST-യും നോട്ട് നിരോധനം കോടീശ്വരന്മാരെ സഹായിക്കാനാണ്. നരേന്ദ്രമോദി പണിയെടുക്കുന്നത് കോടീശ്വരന്മാർക്ക് വേണ്ടിയാണ്. ഞാൻ ഇനിയും ഗുജറാത്തിൽ പോകും. ഞങ്ങൾ നിങ്ങളെ ഗുജറാത്തിൽ തോൽപ്പിക്കും. നിങ്ങളത് എഴുതി വെച്ചോളൂ. പ്രതിപക്ഷ സഖ്യം ഗുജറാത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി 3 കൃഷി നിയമങ്ങൾ കൊണ്ടുവന്നു. കൃഷിക്കാരുടെ നേട്ടത്തിനാണെന്ന് പറഞ്ഞു. പക്ഷേ ആ നിയമങ്ങൾ അദാനിയുടെയും അംബാനിയുടെയും നേട്ടത്തിന് വേണ്ടിയായിരുന്നു എന്നതാണ് സത്യം. ഇന്ത്യയിലെ കർഷകർ ഒറ്റക്കെട്ടായി നിന്നു. കർഷകരെ തടയാൻ നിങ്ങൾ റോഡ് അടച്ചു. ആ റോഡുകൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ കർഷകരെ ഭീകരവാദികൾ എന്നാണ് വിളിച്ചത്. 700 കർഷകരാണ് രക്തസാക്ഷികളായത്. അവർക്ക് വേണ്ടി സഭയിൽ മൗനം ആചരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ അനുവദിച്ചില്ല. നോട്ട് നിരോധനം തൊഴിലില്ലാതാക്കി. GST-യിലൂടെ കച്ചവടക്കാരെ തകർത്തു. ചെറുപ്പക്കാർക്ക് സേനയിൽ അവസരം കിട്ടിയിരുന്നു. നിങ്ങൾ അഗ്നിവീർ കൊണ്ടുവന്ന് ആ വഴിയും അടച്ചു. നീറ്റ് കൊണ്ടുവന്നു. പ്രൊഫഷണൽ പരീക്ഷകളെ നിങ്ങൾ കച്ചവട പരീക്ഷകളാക്കി മാറ്റി. 7 വർഷത്തിനിടെ 70 തവണയാണ് ചോദ്യക്കടലാസ് ചോർന്നത്. നിങ്ങൾ ഭയമാണ് രാജ്യത്ത് പടർത്തിയത്. സൈന്യത്തിൽ, ചെറുപ്പക്കാരിൽ, കർഷകരിൽ, തൊഴിലാളികളിൽ, സ്ത്രീകളിൽ എവിടെയും ഭയമാണ്. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയും ഭയമുണ്ട്. നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ, നിങ്ങൾ ഒച്ച വയ്ക്കുന്നില്ല. നിങ്ങളിപ്പോൾ മിണ്ടുന്നേയില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം പ്രതിനിധീകരിക്കുന്ന ഭരണഘടനാ വ്യക്തിയാകുകയാണ് എന്റെ ചുമതല. അരവിന്ദ് കെജ്രിവാളോ ഹേമന്ത് സോറനോ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ അതെന്നെ അസ്വസ്ഥനാക്കണം, അതെന്നെ വേദനിപ്പിക്കണം. അവർക്ക് പ്രതിരോധം ഒരുക്കേണ്ടത് എന്റെ ജോലിയാണ്. ഇതായിരുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ, പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടത്തിയ കന്നിപ്രസംഗം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് BJP-ക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ എല്ലാം 1.25 മണിക്കൂറിൽ വ്യക്തമായി അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. രാഹുൽ ഗാന്ധി സ്കോർ ചെയ്തു. അവസാന നിമിഷത്തിൽ വന്ന നീറ്റ് വിവാദമടക്കം അതിനകത്ത് ഒരു ചർച്ചയായി. ഇന്ത്യ ഫയൽ എന്ന കോളത്തിൽ ഇന്ത്യ മുന്നണിയെ കുറിച്ചിട്ടുള്ള ഒരു വിശകലനമാണ്. ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരാ, ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടി സീറ്റെണ്ണം കൂട്ടിയ ഇന്ത്യ മുന്നണിക്ക് ആശ്വസിച്ചിരിക്കാവുന്ന സ്ഥിതിയാണോ നിലവിലുള്ളത്? ഭരണഘടനാ സംരക്ഷണം വെറും ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത കൂടി ആ മുന്നണിക്കില്ലേ? കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് സമുച്ചയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ MP-മാർ നടത്തിയ ധർണ. കേരളത്തിൽ നിന്നുള്ള MP-മാരായ E.T. മുഹമ്മദ് ബഷീർ, കൊടിക്കുന്നിൽ സുരേഷ്, N.K. പ്രേമചന്ദ്രൻ, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ശശി തരൂർ, P. സന്തോഷ് കുമാർ, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ സമീപം. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തിരികെ വന്ന് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ലോകത്ത് 3 കോടി അഭയാർത്ഥികളുണ്ട്. കാഴ്ചപ്പാടിൽ ആ പേജിൽ അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തയുണ്ട് എന്ന് പറയുന്നു. സ്പാനിഷ് ഫുട്ബോളിലെ പ്രധാന പയ്യൻസ് മണിരത്നം ചിത്രത്തിൽ റഹ്മാന്റെ മകൾ. കൂട്ടർ മേൽപ്പാലത്തിൽ ഇടിച്ച് താഴേക്ക് പതിച്ച യുവതിക്ക് ദാരുണാന്ത്യം. 2 പത്രങ്ങളിലും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. ഇന്നലെ ചാനലുകളിലെ രാവിലത്തെ ഒരു ഉച്ചയായപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. അപകടം വെൺപാലവട്ടം മേൽപ്പാലത്തിൽ. ഒപ്പം സഞ്ചരിച്ച 3 വയസ്സുള്ള മകൾക്കും സഹോദരിക്കും ഗുരുതര പരിക്ക്. കാരോട് ബൈപ്പാസിൽ വെൺപാലവട്ടത്തിന് സമീപം സഹോദരിമാരും കുഞ്ഞും സഞ്ചരിച്ച സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മേൽപ്പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചതിനെ തുടർന്ന് 20 അടിയോളം താഴെയുള്ള സർവീസ് റോഡിലേക്ക് പതിച്ച് യുവതി മരിച്ചു. അപകീർത്തി കേസ് മേധാ പട്കർക്ക് 5 മാസം തടവ്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ അപകീർത്തി കേസിൽ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർക്ക് 5 മാസം തടവ് ശിക്ഷ വിധിച്ചു. 2001 നൽകിയ കേസിലാണ് ഡൽഹി സക്കേത് കോടതിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് രാഘവ് ശർമ്മയുടെ വിധി. 10 ലക്ഷം രൂപ പിഴയും ചുമത്തി. അപ്പീൽ നൽകുന്നതിനായി ശിക്ഷ നടപ്പാക്കുന്നത് 1 മാസത്തേക്ക് കൂടി തടഞ്ഞിട്ടുണ്ട്. DGP-യുടെ ഭൂമി ഇടപാടിനെ കുറിച്ചിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വാർത്തയുണ്ട്. കേസും പരാതിയും സർക്കാർ പരിശോധിക്കുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന പോലീസ് മേധാവി S. ദർവേഷ് സാഹിബിനും ഭാര്യയ്ക്കും എതിരായ കോടതി വിധിയും ബന്ധപ്പെട്ട പരാതിയും സർക്കാർ പരിശോധിക്കുന്നു. 74 ലക്ഷം രൂപയ്ക്ക് ഭൂമി വിൽക്കാൻ സമ്മതിക്കുകയും മുൻകൂറായി 30 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്ത ശേഷം DGP-യും ഭാര്യയും കരാർ വ്യവസ്ഥ ലംഘിച്ചു എന്നാരോപിച്ച് കരാറിൽ ഉൾപ്പെട്ട വ്യക്തി മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മാസം ഓൺലൈനായി പരാതി നൽകിയിരുന്നു. തനിക്കാണ് നഷ്ടം സംഭവിച്ചതെന്നുമുള്ള നിലപാടിൽ DGP S. ദർവേഷ് സാഹിബ് കൃത്യമായ കരാറോടെയാണ് വിൽപ്പനയിൽ ഏർപ്പെട്ടത്. ഭൂമിക്ക് വായ്പ ഉണ്ടായിരുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നു. മുഴുവൻ പണവും നൽകിയ ശേഷം പ്രമാണം എടുത്തു നൽകാമെന്നായിരുന്നു ധാരണ. 3 മാസം കഴിഞ്ഞിട്ടും പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചു. നിയമപരമായി മുന്നോട്ട് പോകാനാണ് DGP-യുടെ തീരുമാനം. അടുപ്പമുള്ളവർ വഴിയാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. ഭാരതീയ ന്യായ സംഹിത ആദ്യ കേസ് മധ്യപ്രദേശിൽ. പൊതുസ്ഥലത്ത് അസഭ്യം പറഞ്ഞെന്ന പ്രബുൽ ചൗഹാൻ എന്ന ആൾ നൽകിയ പരാതിയിലാണ് കേസ്. പുലർച്ചെ 12:16 കേസെടുത്തത്. ന്യായ സംഹിതയിലെ 296 വകുപ്പ് പ്രകാരമാണിത്. രാജ്യത്തെ ആദ്യ കേസ് മധ്യപ്രദേശിലെ ഹസീര സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. എന്നാൽ രേഖകൾ പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുലർച്ചെ 12:24 തിരുവനന്തപുരം നഗരത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മലയാള മനോരമ അറിയിച്ചു കഴിഞ്ഞാൽ അവർ പോലീസിനെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി, ബന്ധപ്പെട്ട അധികാരികളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളതാണ് വാഗ്ദാനം. സർവകലാശാലകളുടെ സ്വയംഭരണം സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെയും ഒരു വേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി. ദേശാഭിമാനിയുടെ മുൻപേ
പേജിൽ തന്നെ അതുണ്ട്. ക്വാറി ഉടമയുടെ കൊലപാതകം സുനിൽ കുമാർ ഇന്നലെ കീഴടങ്ങിയിരുന്നു. മറ്റേ കൊലപാതകത്തിന് വേണ്ടി സർജിക്കൽ ഉപകരണങ്ങളൊക്കെ നൽകിയ സർജിക്കൽ ഷോപ്പിന്റെ ഓണർ ഇന്നലെ ഒരു ഇൻഷുറൻസ് ആരോപണമൊക്കെ വരികയുണ്ടായി. അതിൻ്റെ ഒന്നും ലോജിക്ക് മനസ്സിലായില്ല. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ അതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുക? അത് എനിക്ക് ക്ലിയർ ആയില്ല. ചുമ്മാ മാധ്യമങ്ങൾ ഓരോന്ന് പടച്ചു വിടുന്നതാണ്. കാപ്പിൽ ബീച്ച് ആഴങ്ങളിൽ അപകടക്കണി, മുന്നറിയിപ്പില്ലാതെ ജലം എടുത്തു 5 ജീവൻ. 6 മാസത്തിനിടെ 5 മരണമുണ്ട്. സഞ്ചാരികളുടെ തിരക്കേറിയിട്ടും അപകടങ്ങൾ വർദ്ധിച്ചിട്ടും ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെ കാപ്പിൽ തീരം. കാപ്പിൽ ബീച്ചിൽ പ്രതിവർഷം ശരാശരി 4 മുതൽ 5 പേർ വീതം അപകടത്തിൽപ്പെട്ട് മരിക്കുന്നുണ്ടെന്നാണ് വിവരം. അധികൃതർ അങ്ങടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മണലിനടിയിൽ മരണക്കുഴികൾ, കായലും കരയും സംഗമിക്കുന്ന പൊഴിമുഖം ഭാഗത്ത് രൂപപ്പെടുന്ന വിശാലമായ മണൽ തിട്ടകൾ വഴിയാണ് പലരും കടലിലേക്ക് ഇറങ്ങി അപകടത്തിൽപ്പെടുന്നത്. വിദ്യാർത്ഥികളാണ് ഇതിലേറെ പേരും. ഇവിടുത്തെ മണലിൽ പതിയിരിക്കുന്ന വലിയ കുഴികളാണ് പലപ്പോഴും വില്ലൻ. ഇതറിയാതെ കായലിലേക്ക് ഇറങ്ങുന്നവർ മണലിൽ ആഴ്ന്നു പോകും, ആഞ്ഞടിക്കുന്ന തിരയിൽ അകപ്പെടുകയും ചെയ്യും. അടുത്ത കാലത്ത് കാപ്പിൽ ടൂറിസം മേഖല ജനശ്രദ്ധ ആകർഷിച്ചു തുടങ്ങിയതോടെ അപകട നിരക്കും കൂടി. സുരക്ഷ വട്ടപൂജ്യം. ഇത്രയേറെ അപകടങ്ങൾ നടക്കുന്ന ബീച്ചിൽ പ്രകാശം നൽകുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റോ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ജീവനരക്ഷാ ഉപകരണങ്ങളോ ഇല്ല. വെൺപാലവട്ടത്തെ അപകടം, നടുക്കം മാറാത്ത സർവീസ് റോഡ് യാത്രകർ, നൊമ്പരമായി കൺമുൻപിലെ അപകടം. മഴയെത്തും മുൻപേ വീടെത്തണമെന്ന് പറഞ്ഞ് കൊല്ലത്ത് നിന്നിറങ്ങിയ സഹോദരിമാരും പിഞ്ചു കുഞ്ഞും അടങ്ങുന്ന സംഘത്തിൽ നിന്ന് സിമി മാത്രം വീടണഞ്ഞില്ല. കഴക്കൂട്ടം കോവളം ബൈപ്പാസിലെ വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടറിന് പിന്നിലിരുന്ന് സിമി താഴ്ചയേറിയ സർവീസ് റോഡിലേക്ക് തെറിച്ചു വീണാണ് മരണമടഞ്ഞത്. ഓൺലൈൻ തട്ടിപ്പ്, ക്രിപ്റ്റോ പുതിയ വില്ലൻ. ഇസ്രയേലിലെ സാങ്കേതിക വിദ്യ വാങ്ങാൻ കരാർ. പോലീസ് നടപടി 50 ലക്ഷത്തിലധികം ചെലവ്. സംസ്ഥാനത്ത് ഓൺലൈൻ പണത്തട്ടിപ്പിൽ പുതിയ വില്ലൻ ക്രിപ്റ്റോ കറൻസി. ഇവിടെ നിന്ന് തട്ടിയെടുക്കുന്ന പണം ഭൂരിഭാഗം പോകുന്നത് ക്രിപ്റ്റോ കറൻസി വാലറ്റുകളിലേക്കാണ്. ഈ പണത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ സഹകരിക്കാതെ വന്നതോടെ പണം പോയത് ആർക്കാണെന്ന് കണ്ടുപിടിക്കാൻ ഇസ്രായേലിൽ നിന്ന് സോഫ്റ്റ്വെയർ ടൂൾ വാങ്ങാൻ കേരള പോലീസ് കരാർ വിളിച്ചു. 50 ലക്ഷത്തിലധികമാണ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് ചെലവാകുക. ഒരു ക്രിപ്റ്റോ വാലറ്റിൽ നിന്ന് മറ്റ് ക്രിപ്റ്റോ വാലറ്റുകളിലേക്ക് ഈ പണം മാറ്റിയാലും അവിടെ നിന്ന് വിദേശ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയാലും തട്ടിപ്പിന് ഉപയോഗിച്ച മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും IP വിലാസം ഈ ടൂൾ വഴി ലഭിക്കും. പണം പിൻവലിച്ചത് ഏത് വഴിയാണെന്ന് കണ്ടെത്താം. റിസർവ് ബാങ്കിന് കത്തയച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകളിൽ കറണ്ട് അക്കൗണ്ടുകൾ വിദേശത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് റിസർവ് ബാങ്കിന് കത്തയച്ചു. ഗവർണറുടെ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയെക്കുറിച്ചിട്ടാണ് ഇവിടെ സർക്കാർ പറയുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഭൂഗർഭജലത്തിൽ നൈട്രേറ്റിന്റെ സാന്നിധ്യം അപകടകരമായിട്ടുള്ള രീതിയിൽ ഉയരുന്നതായി ഗവേഷണ പഠനം. പോലീസിന്റെ ജോലിഭാരം, ആത്മഹത്യ എന്നിവയെക്കുറിച്ചിട്ട് മനോരമ നടത്തിയ ഒരു അന്വേഷണ പരമ്പര ഉണ്ടായിരുന്നു. ആ ഒരു പരമ്പര നിയമസഭയിൽ ചർച്ചയായി മാറി. ജോലിഭാരം ഒഴിവാക്കാനായിട്ട് നടപടിയുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പോലീസുകാർക്കായി കൂടുതൽ സൗകര്യം ഒരുക്കും. സർക്കാർ പരാജയപ്പെട്ടു എന്ന് പ്രതിപക്ഷം സഭ വിട്ടു. പോലീസിലെ CPM ഇടപെടൽ എണ്ണി പറഞ്ഞ് VD സതീശൻ. ബാഹ്യ ഇടപെടൽ പോലീസിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SP-യെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റികളല്ലേ? SHO-മാരെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റികളല്ലേ? ദേശീയപാതയിൽ ഒരു ക്രിമിനൽ തോക്ക് ചൂണ്ടി കാറിന്റെ ചില്ല് തല്ലി പൊട്ടിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ ആ ക്രിമിനൽ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളാണെന്നും എത്രയും വേഗം സ്ഥലം വിടാൻ നോക്കുമെന്നുമാണ് പറഞ്ഞത്. മഹുവ മൊയ്ത്രയും ഇന്നലെ ഗംഭീരമായിട്ടുള്ള പാർലമെന്റ് പെർഫോമൻസ് ആണ് നടത്തിയത്. എന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ച BJP-യെ ജനം നിശബ്ദമാക്കി. 63 MP-മാരാണ് അവർക്ക് കുറഞ്ഞത്. കഴിഞ്ഞ ലോക്സഭയിലേതുപോലെ ഇനി പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കാവില്ല. പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ച് SFI പ്രവർത്തകർ. ഈ വാർത്ത ദേശാഭിമാനിയിലേക്ക് വന്ന സമയത്ത് പ്രിൻസിപ്പൽ അവരുടെ മുഖത്തടിച്ചു എന്നുള്ള രീതിയിലായിരുന്നു. ഏതായാലും പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ച് SFI പ്രവർത്തകരുടെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും ഒരു സംഘം SFI പ്രവർത്തകർ മർദ്ദിച്ചു. SFI നേതാവിനെ പ്രിൻസിപ്പൽ മർദ്ദിച്ചതായും പരാതിയുണ്ട്. 2 പരാതിയുണ്ട്. എന്താണ് സത്യം എന്നുള്ളത് അറിയില്ല. മർദ്ദനമേറ്റ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ, അധ്യാപകൻ KP രമേശൻ എന്നിവരെയും SFI ഏരിയ പ്രസിഡന്റ് BR അഭിനവിനെയും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചു. ബിരുദ പ്രവേശനത്തിന്റെ ഭാഗമായി SFI പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സമയം വളരെ കൂടിപ്പോയതുകൊണ്ട് ദേശാഭിമാനിയിലേക്ക് വളരെ ചെറുതായിട്ട് മാത്രം പോയാൽ മതി. ആ പ്രിൻസിപ്പലിന്റെ മുഖത്ത് തിരിച്ചടിച്ചു എന്നൊക്കെ പറയുന്ന വാർത്ത എങ്ങനെയാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് വായിച്ചു നോക്കാനായിട്ടൊരാഗ്രഹം. ഈ SFI-യിലെ പിള്ളേർക്ക് വളവിട്ട് കൊടുക്കുന്നതിൽ പാർട്ടി പത്രവും നല്ല കാര്യമായിട്ട് തന്നെയുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ CCTV വിഷ്വലിൽ അടക്കമുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത്. SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിനെ ഗുരുദേവ് കോളേജ് പ്രിൻസിപ്പളും സ്റ്റാഫ് സെക്രട്ടറി KP രമേശനും ചേർന്ന് മർദ്ദിച്ചു. കോളേജിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് നടത്തരുതെന്ന് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ എത്തിയതായിരുന്നു അഭിനവ്. മർദ്ദനത്തിൽ ഇടത്തെ ചെവിയുടെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെടുകയും കർണപുടത്തിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. കോളേജ് പ്രവേശനത്തിന്റെ ഭാഗമായി എത്തുന്നവർക്ക് സഹായത്തിനായി ഹെൽപ്പ് ഡെസ്ക് നടത്തിയിരുന്നു. എന്നാൽ ഇത് അനുവദിക്കില്ലെന്നും തുടർന്നാൽ പുറത്താക്കുമെന്നും പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പ്രകോപനം ഒന്നും ഇല്ലാതാണ് പ്രിൻസിപ്പൽ മുഖത്ത് അടിച്ചതെന്ന്. എന്തൊക്കെയാണ്
ഇപ്പോൾ ഈ രണ്ട് വാർത്തകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തെ സത്യാവസ്ഥ അറിയില്ല. ഇപ്പോൾ SFIക്കാർക്കാണ് അടി കിട്ടിയത്. അവരുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എങ്കിൽ കൂടെ അവരുടെ കൂടെ നിൽക്കാൻ പേടിയാണ്. കാരണം അവരുടെ ആ ഒരു പൊതുവർഗ സ്വഭാവം എന്ന് പറയുന്നത് ഈ മറ്റേ ന്യായവാദം പറയുക എന്നുള്ളതാണ്. നാളെ കാര്യങ്ങൾ തെളിയുന്ന സമയത്ത് ഇവന്മാരിത് മാറ്റി പറയും. അത് പാർട്ടി നേതൃത്വം അനുഭാവികളോട് കാണിക്കുന്നത് അങ്ങനെയാണ്. ആ രാഷ്ട്രീയ ആശയത്തോട് താല്പര്യമുള്ള ആളുകളെയും പറഞ്ഞു പറ്റിക്കുന്നത് ഇങ്ങനെയാണ്. വെറും ന്യായവാദങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പൊള്ളയായിട്ടുള്ള ഷോ ഓഫുകൾ കൊണ്ട് പട്ടി ഷോ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് ഈ കൊച്ചു 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 കൂട്ടങ്ങൾ. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൊച്ചു 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 കൂട്ടങ്ങൾ. നമ്മൾ വഴിയിലിറങ്ങുന്ന സമയത്ത് വില്ലിച്ചു വരുന്ന മറ്റേ ചുമട്ട് തൊഴിലാളി സംഘത്തിൽ ഇടതുപക്ഷ അനുഭാവമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ രീതി പോലും ഒരുമാതിരി മറ്റേ വില്ലനിസമാണ്. ആര് കാണുന്ന, ആര് മൈൻഡ് ചെയ്യുന്ന ഈ കാലത്ത് ഇതൊക്കെ കാര്യമായിട്ട് തന്നെ ആ ഒരു പ്രതിച്ഛായ നശിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് മെനയായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു ഓർമ്മയിലേക്ക് എങ്കിലും നിൽക്കാൻ പറ്റും ആ ഒരു പാർട്ടിക്ക്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. നന്ദി.